സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ. സമർപ്പണൻ്റെ ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയാണ് ചെറിയൊരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് ഒരു വീഡിയോ ചെയ്യുവാൻ പ്ലാൻ ചെയ്തിരുന്നില്ല. അതിന് കാരണം സമർപ്പണൻ്റെ ഒരു സിറ്റുവേഷൻ ഒന്നുകൂടെ ബെറ്ററായ ശേഷം വെന്റിലേറ്ററിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന സമയത്ത് അടുത്ത അപ്ഡേറ്റ് തരാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ ആസാദിയുടെ പല പ്രേക്ഷകരും എന്നെ കോൾ ചെയ്തു. അവരൊക്കെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്നു. അവരിൽ പലരും ചർച്ചകളൊക്കെ വേർതിരിച്ച് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് അപ്ഡേറ്റ് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ പല കോളുകൾ, പല മെസ്സേജസ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ പ്രേക്ഷകർ എത്ര വലിയ ഉത്തരവാദിത്വത്തോട് സമർപ്പണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് അപ്ഡേറ്റ് ലഭിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു അപ്ഡേറ്റ് തരുന്നത്. സമർപ്പണൻ്റെ ഇന്ന് കൗൺസിലിംഗ് നടക്കുമ്പോൾ എനിക്ക് ചെല്ലുവാൻ കഴിഞ്ഞില്ല. കാരണം വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും 2 ദിവസം ചർച്ച് വേർതിരിച്ച് സമർപ്പണത്തിന് വേണ്ടി ഫാസ്റ്റിംഗ് എടുക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഡോക്ടറുമായിട്ടുള്ള കൗൺസിലിംഗിൽ അറ്റൻഡ് ചെയ്യുവാൻ കഴിഞ്ഞില്ല. എന്നാൽ നമ്മുടെ ചർച്ചയിൽ നിന്നുള്ള ഏഞ്ചൽ, അതുപോലെ തന്നെ സമർപ്പണൻ്റെ ബ്രദർ അമിത്, ഇവർ രണ്ടുപേരും കൊണ്ടാണ് കൗൺസിലിങ്ങിന് ഡോക്ടർക്ക് പോയത്. നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യമാണ് ഡോക്ടർ പറയുന്നത്. ഒരു മുടക്കൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് അവൻ്റെ പ്ലേറ്റ്ലേറ്റ് കൗണ്ട് വർദ്ധിച്ചിരിക്കുന്നു. 44,000 കൗണ്ട് എത്തിയിരിക്കുന്നു. നേരത്തെ അത് 8,000 ആയിരുന്നു. നമുക്കറിയാമല്ലോ, ഡെങ്കു ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. മറ്റ് ഇൻവെസ്റ്റിഗേഷൻസ് നടക്കുന്നു. ഡോക്ടറിനൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, വിൽസൺസ് ഡിസീസാണെന്ന്, ഹെറിഡിറ്ററി ഡിസീസാണെന്ന്. പക്ഷേ ഡെങ്കു പോസിറ്റീവ് ആയതുകൊണ്ട് ഇനി മറ്റ് യാതൊരു രോഗം ഉണ്ടാകില്ല എന്ന് വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പ്ലേറ്റ്ലേറ്റ് കൗണ്ട് 8 വരെ ആയത്, 8,000 വരെ ആയത്, അത് 44,000 എത്തിയിരിക്കുന്നു. വെന്റിലേറ്റർ അതിൻ്റെ അളവ് കുറച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ 4 ദിവസങ്ങൾ, മൺഡേ മുതൽ വെള്ളിയാഴ്ച വരെ സമർപ്പൺ സെഡേഷനില്ലായിരുന്നു. അവനെ ബോധം കെടുത്തി ഉറക്കിയിരിക്കുകയായിരുന്നു. എന്നാൽ സെഡേഷൻ്റെ അളവ് കുറച്ചിരിക്കുന്നു. അതുപോലെ തന്നെ BP ഇമ്പ്രൂവ് ആയിരിക്കുന്നു. ഇങ്ങനെ പല കാര്യങ്ങളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നു. വേഗത്തിലൊരു റിക്കവറിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പ്രാർത്ഥനയുടെ ഫലമാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, അവൻ്റെ ലിവറിനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ, എൻ്റെ ഓർമ്മ ഞാൻ ഇന്നലെ പറഞ്ഞെന്നാണ്, അവൻ്റെ ലിവർ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ലിവറിൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല. ലിവർ ഇപ്പോൾ കരൾ വീക്കമുള്ളത് തനിയെ കുറേ ദിവസങ്ങൾ കൊണ്ട് ഇമ്പ്രൂവ് ആകും എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ വലിയൊരു കൺസേൺ അതായിരുന്നു. ലിവർ ട്രാൻസ്പ്ലാന്റ് വേണമെന്നൊക്കെയാണ് ആദ്യം ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വളരെ ഒരു സ്പീഡി റിക്കവറി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ശക്തമായ പ്രാർത്ഥന അത് കാരണമാണ്. അതുകൊണ്ട് പ്രാർത്ഥന തുടരുക. മറ്റൊരു കൺസേൺ ഉള്ള വിഷയം, ഞാൻ ഇന്നലെ ഇത് പറഞ്ഞില്ല, അവൻ്റെ 2 കാലുകളിലും രക്തഓട്ടം പ്രോപ്പറായിട്ട് ലഭിക്കാതിരുന്നത് കൊണ്ട്, ബ്ലഡ് പ്രഷർ കുറവായിരുന്നല്ലോ, അതിൻ്റെ മെഡിസിൻസൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അതിൻ്റെ കാരണം കൊണ്ട് ആ 2 കാലുകളിലും രക്തോട്ടം കുറഞ്ഞ് കാല് കറക്കാനിടയായി തീർന്നു. ഡോക്ടർ അതൊരു കൺസേൺ പറഞ്ഞിട്ടുണ്ട്. അത് മാരകമായിട്ടുള്ള ഒരു പ്രതിസന്ധിക്ക് കാരണമായി തീരാതിരിക്കാൻ ദൈവമക്കളെല്ലാം ആ 2 കാലുകളും ഓർത്ത് പ്രാർത്ഥിക്കണം. ഡിവൈൻ ഹീലിംഗ് ഉണ്ടാകും. ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ പറഞ്ഞല്ലോ, ചർച്ചായിട്ട് ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മൺഡേ വൈകിട്ട് 4:30 മുതൽ കണ്ടിന്യൂസ് ചർച്ച് പ്രയറിലാണ്. മറ്റൊരു സന്ദർഭത്തിൽ ഞാൻ പറയാം പ്രാർത്ഥനകളെക്കുറിച്ചുള്ള കാര്യം പറയുമ്പോൾ. എന്നാൽ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ലോകം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു വിടുതലും ഇമ്പ്രൂവ്മെൻറ്റും ഒക്കെയുണ്ട്. ഇന്നലെ രാത്രിയിൽ ഒരു തെറ്റായിട്ടുള്ള വാർത്തയാണെങ്കിലും വളരെ പ്രതീക്ഷിക്കുന്നൊരു വാർത്ത പെട്ടെന്ന് പ്രചരിച്ചു. ആർക്കും ഉണ്ടായ ഒരു തെറ്റാണ്. അതായത് ICUയിൽ നിന്നൊരു കുട്ടിയെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അത് സമർപ്പണാണെന്നുള്ള ഒരു വാർത്ത പെട്ടെന്ന് പ്രചരിച്ചു. അത് സെക്യൂരിറ്റിക്കാരോ ഏതോ ഡോക്ടർമാരോ പേര് തെറ്റി പറഞ്ഞതാണ്. പക്ഷെ അത് വലിയ പ്രതീക്ഷ ഞങ്ങൾക്കൊക്കെ നൽകി. വലിയൊരു അത്ഭുതം സംഭവിച്ചെന്ന് ഞങ്ങളൊക്കെ വിശ്വസിച്ചു. കാരണം വെന്റിലേറ്ററിൽ കിടക്കുന്ന ആളെ പെട്ടെന്ന് വെളിയിൽ കൊണ്ടുവരുന്നത് കേട്ടപ്പോൾ. എന്നാൽ ആ ഒരു വാർത്ത കേട്ട ശേഷം ദൈവമക്കളുടെയൊക്കെ മനസ്സിൽ, ഞങ്ങളുടെ എല്ലാ മനസ്സിലൊരു പുതിയ ചിന്ത വന്നു. അതായത് ഒരു നാച്ചുറലായിട്ട് ഹോസ്പിറ്റലിൽ കിടന്ന് കുറേ ദിവസങ്ങൾ കൊണ്ടുള്ള ഒരു സൗഖ്യത്തിന് വേണ്ടിയല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു സ്പീഡി റിക്കവറി,
ഡോക്ടർമാർ ഇത് മിറക്കിളാണെന്ന് പറയത്തക്കോണം അവൻ വേഗത്തിൽ ഹോസ്പിറ്റൽ കിടക്കിൽ നിന്ന് പുറത്തു വരുന്ന ഒരു റിക്കവറിയാണ് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലത്തെ ചർച്ചിൻ്റെ മോർണിംഗ് പ്രെയറിനും ദൈവാത്മാവ് തന്ന വചനം യെശയ്യാവ് 53:1 ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിക്കും, കർത്താവിൻ്റെ ഭുജം ആർക്ക് വെളിപ്പെടും എന്ന യെശയ്യാവിൻ്റെ വചനം. അത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹു വിൽ ബിലീവ് അവർ റിപ്പോർട്ട് എന്നാണ്. ഞങ്ങളുടെ റിപ്പോർട്ട് ആര് വിശ്വസിക്കും? കർത്താവിൻ്റെ കൈയുടെ മഹത്വം ആരുടെ മേൽ വെളിപ്പെടും? അത് ഞങ്ങളൊരു വാഗ്ദത്ത വചനമായി സ്വീകരിക്കുകയാണ്. ഒരു അൺബിലീവബിൾ റിപ്പോർട്ട്, ആളുകൾക്ക് വിശ്വസിക്കാൻ വയ്യാത്ത ഒരു വലിയ റിപ്പോർട്ട് ഈ പൈതലിന് വേണ്ടി ദൈവം ഒരുക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ ഭുജത്തിൻ്റെ ബലം അവൻ്റെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. യെശയ്യാവ് 53:1 വാക്യം ഒരു വാഗ്ദത്ത വാക്യമായി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഭുജത്തിൻ്റെ ബലം അവൻ്റെ മേൽ വെളിപ്പെടാൻ പോകുന്നു. ഹൂ വിൽ ബിലീവ് അവർ റിപ്പോർട്ട്? ഞങ്ങൾ പറയുന്ന റിപ്പോർട്ടിനെ ആർക്ക് വിശ്വസിക്കുവാൻ കഴിയുമെന്ന് പറയത്തക്കവണ്ണം ഒരു റിപ്പോർട്ട്, അൺബിലീവബിൾ റിപ്പോർട്ട് കിട്ടാൻ പോകുന്നു. രണ്ടാമത് ദൈവാത്മാവ് സംസാരിച്ച ഒരു വചനം, സൗണ്ട് പോയിന്റ് ഹോസ്പിറ്റലൈസ് ആയതിൻ്റെ അടുത്ത ദിവസം ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് വരുമ്പോൾ, അതായത് 24 മണിക്കൂർ ആയി അവനെ ഹോസ്പിറ്റലായിട്ട് ഞങ്ങളുടെ പ്രെയർ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് 24 hours പൂർത്തിയാകുന്ന സമയത്ത് നമുക്കറിയാമല്ലോ ഗൂഗിൾ മീറ്റിംഗ് ഓട്ടോമാറ്റിക് റീസ്റ്റാർട്ട് ആകും 24 മണിക്കൂറാകുമ്പോൾ. അങ്ങനെ 24 മണിക്കൂർ മുമ്പ് തുടങ്ങിയ പ്രെയർ നിർത്താതെ നടക്കുന്നു. 24ാമത്തെ മണിക്കൂറിൽ അത് റീസ്റ്റാർട്ടായ സമയത്ത് ഞാൻ കാർ ഓടിക്കുകയാണ്. എനിക്ക് മനസ്സിലായി ഗൂഗിൾ മീറ്റിംഗ് റീസ്റ്റാർട്ടായെന്ന്. ഞാൻ പെട്ടെന്ന് ലൈനിൽ കയറുമ്പോൾ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു. ആ സ്ത്രീ ഇതാണ് ആ മകൻ. അതായത് എലീശ പ്രവാചകൻ്റെ കാലത്തുണ്ടായൊരു സംഭവമാണ്. 2 രാജാ 8-ാം അധ്യായത്തിൽ പറഞ്ഞൊരു സംഭവമാണ്. എലീശ പ്രവാചകൻ്റെ കാലത്ത് മരിച്ചു ഉയർത്തെഴുന്നേറ്റ ബാലനെക്കുറിച്ച്, ശൂന്യംകാരത്തിയുടെ മകനെക്കുറിച്ച് രാജാവിൻ്റെ കൊട്ടാരത്തിൽ നടക്കുന്നൊരു ചർച്ചയാണ്. ദൈവാത്മാവ് പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ആ സ്ത്രീ ഇത് ആ മകനാണ്. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, വർഷങ്ങൾ കഴിയുമ്പോൾ സമർപ്പണനെക്കുറിച്ച് ലോകം മുഴുവൻ പറയും, ഇതാണ് സമർപ്പൺ മോൻ. നമ്മളെല്ലാം പ്രാർത്ഥിച്ചില്ലേ, നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്തില്ലേ? അങ്ങനെ ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയൊരു ദൂതും ഇന്ന് രാവിലെ ഞങ്ങൾക്ക് കിട്ടിയൊരു ദൂതും ഇത് അഷ്ടാദിയുടെ പ്രേക്ഷകർക്ക് കൈമാറുകയാണ്. നാളെ നമ്മൾ പറയത്തക്കോണം ആ മകൻ എന്ന് പറയത്തക്കോണം, ഇതാണ് അൺബിലീവബിൾ റിപ്പോർട്ട് ലഭിച്ച മകൻ എന്ന് പറയത്തക്കോണം സമർപ്പണം സൗഖ്യമാകാൻ പോവുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രെയറിൻ്റെ സ്ട്രാറ്റജി ഇന്നലെ രാത്രി മുതൽ മാറ്റി. ഒരു മിറക്കുലസ് റിക്കവറി. ഡോക്ടർ 7 ദിവസം ICUവിൽ കിടക്കണമെന്ന് പറഞ്ഞാൽ അവൻ അടുത്ത ദിവസം തന്നെ ICUവിൽ നിന്ന് പുറത്തു വരട്ടെ, വെന്റിലേറ്ററിൽ നിന്ന് പുറത്തു വരട്ടെ, വാർഡിൽ നിന്ന് പുറത്തു വരട്ടെ, അവൻ വേഗത്തിൽ ഡിസ്ചാർജ് ലഭിക്കട്ടെ. ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ഒരു കുട്ടി അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തില്ല, ICUവിൽ നിന്ന് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. ആ ഹോസ്പിറ്റലിൽ ഒത്തിരി വിശ്വാസി നേഴ്സുമാരുണ്ട്, നമ്മുടെ ചർച്ചിലെയും അല്ലാതെ നമുക്ക് പരിചയമുള്ള ഒത്തിരി നേഴ്സുമാരുണ്ട്. അപ്പോൾ ഒരു പെട്ടെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായപ്പോൾ ഞങ്ങൾ പല നേഴ്സുമാരെയും ചോദിച്ചു, സത്യത്തിൽ സമർപ്പണയാണോ ഷിഫ്റ്റ് ചെയ്യുന്നത്? കാരണം അങ്ങനെ ഒരു ധാരണ അവിടെ വരുന്നു. സെക്യൂരിറ്റിക്കാരൊക്കെ അങ്ങനെ സംസാരിക്കുന്നത് കേട്ടു. ഞങ്ങൾക്ക് വലിയ അത്ഭുതം തോന്നി. അപ്പോൾ അവർ പറഞ്ഞ സമർപ്പണയല്ല. പക്ഷേ ആ ഷിഫ്റ്റ് ചെയ്ത കുട്ടി 24 ദിവസമായിട്ട് വെന്റിലേറ്ററിലും ICUവിലുമായിട്ട് അതേ ICUവിൽ കിടന്ന കുട്ടിയാണ്. സമർപ്പണൻ്റെ സെയിം പ്രായവും സെയിം കണ്ടീഷനിലും വന്നതാണ്. അതായത് ഇതുപോലെ തന്നെ ലിവർ ഫെയിലിയറായി, മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയറായി വന്ന ഒരു കുട്ടിയാണ്. ആ ഒരു വാർഡിൽ 24 ദിവസത്തിന് ശേഷമാണ് ICUവിൽ നിന്ന് വാർഡിലേക്ക് ഷിഫ്റ്റ് ആയത്. അപ്പോൾ അത് നോർമൽ ഒരു പ്രോസസ്സ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, 24 ദിവസത്തിന് ശേഷം അവൻ ഷിഫ്റ്റായെങ്കിൽ സമർപ്പണൻ്റെ മേൽ ഒരു മിറക്കിൾ സംഭവിച്ചിട്ട് വിതിൻ ഫ്യൂ അവേഴ്സ് സമർപ്പൺ ഷിഫ്റ്റായി എന്ന ഒരു അത്ഭുത വാർത്ത, വാർഡിലേക്ക് കൊണ്ടുപോയി എന്നുള്ളൊരു അത്ഭുത വാർത്ത നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഇതാണ് 2 വചനം. ഹു വിൽ ബിലീവ് അവർ റിപ്പോർട്ട്സ്? ഞങ്ങൾ പറയുന്ന റിപ്പോർട്ട് ആർക്ക് വിശ്വസിക്കാൻ കഴിയും? യെശയ്യാവ് 53:1. യഹോവയുടെ ഭുജം ആരുടെ മേലാണ് വെളിപ്പെടുന്നത്? ദൈവത്തിൻ്റെ ആ ഒരു വല്ലഭത്വം സമർപ്പണൻ്റെ മേൽ വെളിപ്പെടട്ടെ. ആ മകൻ ഇതാണ് ആ സ്ത്രീ എന്ന് സമർപ്പണൻ്റെ അമ്മയെക്കുറിച്ചും ആ മകൻ എന്ന് സമർപ്പണനെക്കുറിച്ചും പറയത്തക്കവണ്ണം. ഇനി ഞാനൊരു കാര്യം അസാദിൽ ഇന്ന് വരെ ഞാൻ ഈ അപ്ഡേറ്റ്സിലൊന്നും പറയാത്തൊരു കാര്യം പറയാം. ഞാൻ പല സ്ഥലങ്ങളിൽ സമർപ്പണൻ്റെ അമ്മയുടെ ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് കഴിഞ്ഞ നവംബർ മാസത്തിൽ ഗാവിൽ പോകുന്ന സമയത്ത് എന്നോട് വന്ന് പറഞ്ഞു, ഗാവിൽ എനിക്ക് അംഗീകാരമില്ല, ഞങ്ങളെ ഗാവിൽ കയറ്റത്തില്ല, പാസ്റ്റർ പ്രാർത്ഥിക്കണം, ഈ വർഷം ഞങ്ങൾക്ക് ഗാവിൽ പോകണം. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു. അന്ന് ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് ഗാവിലെ സർപ്പഞ്ചിൻ്റെ ഫോൺ വരുന്നു. സർപ്പഞ്ചിൻ്റെ മകളെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ്. ഞാൻ ഈ സാക്ഷ്യം പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്.
ഒരു 5 മണിയായപ്പോൾ എനിക്ക് ഈ സഹോദരി സമർപ്പണിൻ്റെ മമ്മി പൂനം എനിക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങളുടെ ഗാവിലെ സർപ്പഞ്ചിൻ്റെ മോളെ പാമ്പ് കടിച്ചു, കുട്ടി മരിച്ചുപോയി. ഈ സർപ്പഞ്ച് നിർബന്ധം പിടിക്കുന്നു, നിങ്ങൾ ക്രിസ്ത്യാനികൾ പറയാറില്ലേ യേശു ഉയർപ്പിക്കുന്നു, എൻ്റെ കുഞ്ഞിനെ പ്രാർത്ഥിച്ച് ഉയർപ്പിക്കണം, വാശി പിടിക്കുന്നെന്ന് പറഞ്ഞു. കഥ ഞാൻ ചുരുക്കി പറയാം. 5 മണിക്ക് എനിക്ക് ഫോൺ വന്നു, 5:05. എനിക്ക് മരിച്ച ഒരാളെ ഉയർപ്പിക്കാൻ പ്രാർത്ഥിക്കാനുള്ള ധൈര്യം വരുമോ, വിശ്വാസം വരുമോ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞാനും പ്രാർത്ഥിക്കാം. ഞാൻ ഫോൺ കട്ട് ചെയ്ത ശേഷം ആരോ എന്നെ വലിച്ച് തറയിലിറക്കുന്നത് പോലെ കട്ടിലിൽ വിശ്രമിച്ചുകൊണ്ടിരുന്ന എന്നെ മുട്ടിൽ ആരോ ഇറക്കി ഇരുത്തുന്ന പോലെ ഒരു അനുഭവം എനിക്കുണ്ടായി. ഞാൻ അവിടെ കൊണ്ടിരുന്നുകൊണ്ട് എൻ്റെ ബുദ്ധിക്ക് നിരക്കാത്തൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, കർത്താവേ, ആ സഹോദരിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണം, ആ മരിച്ച മകൾ ഉയർക്കണം. 6:30 എനിക്കൊരു കോള് കിട്ടുന്നു, സമർപ്പണിൻ്റെ അമ്മയുടെ കോള്. പാസ്റ്റർ, ആ കുട്ടി ശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു, അവൾ എഴുന്നേറ്റിരിക്കുന്നു. കഥ ഞാൻ അവിടെ നിർത്തുകയാണ്. അതിന് മുന്നോട്ട് കഥകളുണ്ട്. ഇത് ആദ്യത്തെ സംഭവമല്ല സമർപ്പണിൻ്റെ അമ്മ പൂനം സിസ്റ്റർ ജീവിതത്തിൽ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു വിശ്വാസത്തിൽ വന്ന സമയത്ത് ഇവരുടെ ഒരു അങ്കിള് ഇതുപോലെ തന്നെ മരിച്ചു കിടക്കുന്ന സമയത്ത്, ശരീരത്തിൽ ജീവനില്ലാതെ കിടക്കുന്ന സമയത്ത് ഈ പൂനം സിസ്റ്റർ പോയി പ്രാർത്ഥിച്ച് ആ അങ്കിൾ ഉയർത്തതാണ്. അപ്പോൾ ഇതൊരു സാധാരണ കുടുംബമല്ല. ദൈവത്തിൻ്റെ സ്തോത്രം. സമർപ്പണിൻ്റെ ചേട്ടൻ കഴിഞ്ഞ ദിവസം ആ അനുഭവം പറഞ്ഞു. അങ്കിൾ ഉയർത്തത് അവരുടെ ഗാവിലൊക്കെ വലിയ ഒരു അനുഭവമാണ്. അങ്ങനെ വലിയ അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ളൊരു കുടുംബമാണ്. ആ കുടുംബത്തിലുണ്ടാകുന്ന 3ാമത്തെ സാക്ഷ്യമാണ് സമർപ്പണിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ലോകം മുഴുവൻ പറയും, ആ സ്ത്രീ ഇതാ, ആ മകൻ ഇതാണെന്ന് പറയത്തക്കോണം ഒരു വിടുതലുണ്ടാകും നമ്മൾ വിശ്വസിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കണം. സ്റ്റിൽ അവൻ വെന്റിലേറ്ററിലാണ്. CRRT ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നു അവൻ്റെ സെഡേഷനൊക്കെ കുറച്ചില്ലേ, BP ഒക്കെ ഡെവലപ്പായില്ലേ, അതിൻ്റെ പ്ലേറ്റ്ലേറ്റ് കണ്ടുകൂടിയില്ലേ. അതുപോലെ ഇമ്മ്യൂണോ ഗ്ലോബുലിൻ എന്ന് പറഞ്ഞാൽ വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള മരുന്നാണ് കൊടുക്കുന്നത്. 10 mg ആണെന്ന് തോന്നുന്നു. 20,000 26,000 രൂപ അതിൻ്റെ വിലയാണ് ഒരു ഇഞ്ചക്ഷന്. അങ്ങനെയുള്ള 10 ഇഞ്ചക്ഷനാണ് അവന് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ചിലരെന്നോട് ചോദിച്ചു, ആസാദിലൂടെയൊക്കെ കിട്ടിയ ഫണ്ട് പര്യാപ്തമായോ, ഞങ്ങൾ ഇനി അയക്കണമെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഇന്ന് നമുക്ക് കിട്ടിയ ഒരു പ്രൊവിഷണൽ ബില്ല്, അതായത് ഈ കഴിഞ്ഞ മൺഡേ മുതൽ വെള്ളിയാഴ്ച രാവിലെ വരെയുള്ളൊരു ബില്ല് അവർ തന്നു. 10,15,000 രൂപയുടെ ഒരു ബില്ലാണ് അവർ തന്നിരിക്കുന്നത്. പ്രൊവിഷണൽ ബില്ലാണ്. അപ്പോൾ വലിയൊരു ഹ്യൂജ് എമൗണ്ടാണ് അവിടെ ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റിന് ചിലവാകുന്നത്. ഇനിയും കുറേ ദിവസങ്ങൾ കൂടെ അവിടെ കിടക്കുകയാണെങ്കിൽ പിന്നെയും ബില്ല് വരും. ദൈവമക്കളൊക്കെ സഹായിച്ചു, പ്രാർത്ഥിച്ചു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.